ഹായ്, ദിസ് ഇസ് ഷെമിൻ. ഇന്ന് നമ്മൾ ട്രിവാൻഡ്രത്ത് ഹാർട്ട് ഓഫ് ദ സിറ്റിയിൽ വരുന്ന അസറ്റ് ഹോംസിന്റെ ഒരു റെഡി ടു മൂവിനായിട്ടുള്ള ഒരു പ്രൊജക്ട് പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത്. ഈ പ്രൊജക്ടിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ലൊക്കേഷൻ തന്നെയാണ്. ഇതിന്റെ ലൊക്കേഷന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാച്യു ജംഗ്ഷനിലാണ് സെക്രട്ടേറിയറ്റിന്റെ ബാക്ക് സൈഡിലുള്ള എൻട്രൻസ് വരുന്നത്. അവിടുന്ന് വെറും 200 മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ പ്രൊജക്ട് വരുന്നത്. അതന്നെയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. കൂടാതെ ഈ റോഡിൽ നിന്നും എൻട്രൻസ് ഉണ്ട്. അതുകൂടാതെ പാളയം റോഡിൽ നിന്ന് ആ സൈഡിൽ നിന്ന് ഒരു എൻട്രൻസ് വരുന്നുണ്ട്. ആ എൻട്രൻസ് ഞാൻ അവിടെ പോയി കാണിച്ചു തരാം. ഈ പ്രൊജക്റ്റിൽ ഇതിപ്പോൾ റെഡി ടു മൂവിനായിട്ടുള്ളൊരു പ്രൊജക്റ്റാണ്. അതിൽ 2 BHK 3 BHK 1 BHK ഇത്രയും അവൈലബിലിറ്റി ഉണ്ട്. കുറഞ്ഞ യൂണിറ്റ്സ് മാത്രമാണ്, പക്ഷേ ഇപ്പം അത് അവൈലബിൾ ആണ്. ഇത് പാളയം ബേക്കറി ജംഗ്ഷനിലേക്കുള്ള റോഡാണ്. അവിടെ നിന്നാണ് ഒരു എൻട്രി വരുന്നത്. ഇതാണ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ എലിവേഷൻ വരുന്നത്. ഇങ്ങനെയാണ്. ഈ ഭാഗത്ത് കൊമേഴ്ഷ്യൽ സ്പേസ് ആണ് ഇവിടെ വരുന്നത്. ഇതിവിടെ ചെറിയ രീതിയിൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ അധികം അമ്യൂണിറ്റീസ് വരുന്ന ഒരു പ്രൊജക്റ്റാണ്. സ്വിമ്മിംഗ് പൂളും ബാക്കിയുള്ള ഇൻഡോർ ജിമ്മും എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് ഇതിൽ. ഇതാണ് ആ പ്രൊജക്റ്റിൻ്റെ ഒരു എലിവേഷൻ വരുന്നത് പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് റെഡി ആയിട്ടുള്ള ഒരു യൂണിറ്റിൻ്റെ ഉൾവശം കാണാം. ടവറിലേക്കുള്ള എൻട്രി ഇവിടെ ആക്സസ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ഇത് എൻട്രൻസ് ലോബിയാണ്. എൻട്രൻസ് ലോബിയിൽ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ട് അസോസിയേഷൻ ഹാൾ വരുന്നുണ്ട്. കൂടാതെ അസറ്റ് ഗാലറി എന്ന് പറഞ്ഞിട്ട് ഒരു സ്പേസ് വരുന്നുണ്ട് ഇവിടെ ഇങ്ങനെ. അത് കഴിഞ്ഞാൽ ഇവിടെ തന്നെയാണ് ഗസ്റ്റ് റൂം വരുന്നത്. ഇതാണ് ഗസ്റ്റ് റൂം. ഈ ഭാഗത്തായിട്ടാണ് ലിഫ്റ്റ് ലോബി വരുന്നത്. ഇതാണ് ലിഫ്റ്റ് ലോബി. ഇനി നമുക്ക് മുകളിലുള്ള ഒരു കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് കാണാൻ പോവാം. ഡോറ് തുറന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ലിവിങ് റൂമിലേക്കാണ്. ഇവിടെ TV യൂണിറ്റൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് ഈ ഭാഗത്തായിട്ട് സോഫ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്പേസാണ്. L ഷേപ്പിലുള്ളൊരു സോഫ ഇടാൻ പറ്റും. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ ലിവിങ് ഏരിയ ഉണ്ട്. ഫാമിലി ലിവിങ് ഒക്കെ ആയിട്ട് കണക്കൂട്ടാം. അവിടെ ഒരു ബാൽക്കണി വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഡൈനിങ് ഹാളിലേക്കാണ് വരുന്നത്. ഇതാണ് ഡൈനിങ് ഹാളിൻ്റെ സൈഡിലായിട്ടും ഒരു ബാൽക്കണി വരുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. ഇതാണ് കിച്ചൺ. അത്യാവശ്യം സൈസിലൊരു കിച്ചണാണ്. ഇതിലൊരു യൂട്ടിലിറ്റി ഏരിയയും വരുന്നുണ്ട് ആ സൈഡിലായിട്ട്. അടുത്തായിട്ട് ഒരു ബെഡ്റൂം ഇവിടെയാണ് വരുന്നത്. വുഡൻ ഫിനിഷുള്ള ടൈൽസാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് അവിടെ നോർമൽ ടൈലും. ഇതാണ് ടോയ്ലറ്റിന് ഷവർ പാർട്ടീഷനൊക്കെ കൊടുത്തിട്ടുണ്ട് ഡ്രൈ ഏരിയ മെറ്റീരിയൽ സെപ്പറേഷന് വേണ്ടി. ഇതാണ് ടോയ്ലറ്റ്. അടുത്തത് ഈ ബെഡ്റൂമിന് നേരെ ഓപ്പോസിറ്റിലായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത്. ഇത് നേരത്തെ പോലെ തന്നെ വുഡൻ ഫിനിഷുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ബോർഡർ പോലെ വേറെ ടൈലും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ബാൽക്കണി വരുന്നുണ്ട്. വിൻഡോസ് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഹൈറ്റുള്ള വിൻഡോസാണ്, ലൈറ്റൊക്കെ വരുന്ന രീതിയിൽ. ഇതാണ് അതിൻ്റെ ടോയ്ലറ്റ് വരുന്നത്. ഇവിടെയാണ് അത്യാവശ്യം സൈസുള്ളൊരു ടോയ്ലറ്റാണ്. അതിലും ഡ്രൈ ഏരിയ മെറ്റീരിയൽ സെപ്പറേഷൻ ഷവർ പാർട്ടീഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെയാണ് ലാസ്റ്റ് ബെഡ്റൂം വരുന്നത്. എല്ലാ ബെഡ്റൂമിലും ഇതുപോലെ തന്നെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത്. നല്ല ഹൈറ്റുള്ള വിൻഡോസ്, ബാൽക്കണി വരുന്നുണ്ട്. ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത്. നേരത്തെ പോലെ തന്നെ ഷവർ പാർട്ടീഷൻ ഇവിടെയും വരുന്നുണ്ട്. അടുത്തായി കാണിക്കാനുള്ള ഹെൽത്ത് ക്ലബ്ബാണ്. ഇതാണ് ഹെൽത്ത് ക്ലബ്ബ്. ഇവിടെ എല്ലാവർക്കും ഉള്ള ചേഞ്ചിങ് റൂമുണ്ട്. ഇവിടെ ഇത് ചേഞ്ചിങ് റൂം. അത് കഴിഞ്ഞാൽ നമ്മളുടെ ആക്സസറീസൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ളൊരു ഷെൽഫ് പോലെ ഉണ്ട്. പിന്നെ അത്യാവശ്യത്തിന് വേണ്ട എക്യുപ്മെൻറ്റ്സൊക്കെ അവൈലബിൾ ആണ് ഇതിൽ. ഇതാണ് ഹെൽത്ത് ക്ലബ്ബ്. മൾട്ടിപർപ്പസ് ഹാളാണ്. ഇവിടെ ഇൻഡോർ ഗെയിംസ് ഉണ്ട്. ഇങ്ങനത്തെ ഇൻഡോർ ഗെയിംസ്, ക്യാരം ബോർഡ്, ചെസ്
അതിനൊക്കെ പറ്റിയിട്ടുള്ള സ്പേസ് ഉണ്ട്. ഇവിടെയൊക്കെ ബാൽക്കണികളുണ്ട്, 2 ബാൽക്കണി ഇവിടെ നിന്ന് വരുന്നുണ്ട്. ഇവിടെ ഒരു ഹാളുണ്ട്, ഇവിടെ സീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് TV ഒക്കെ കാണാൻ പറ്റും. ഇവിടെ റൂഫ് ടോപ്പിലുള്ള അമ്യൂണിറ്റീസ് ആണ്. ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, ഒരു പാർട്ടി ഏരിയ ഉണ്ട്, പിന്നെ ഇവിടെ തന്നെ ഷവർ വരുന്നത്. ഇത് സ്വിമ്മിംഗ് പൂളിൽ നിന്ന് വന്നിട്ട് ഷവർ ചെയ്യാനുള്ള ഏരിയ ആണിത്. ഇവിടെയാണ് സ്വിമ്മിംഗ് പൂൾ വരുന്നത്. ഇത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള സ്വിമ്മിംഗ് പൂൾ ഏരിയ ആണ്. ഇവിടെ ചെറിയ രീതിയിൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കിഡ്സ് പൂളുണ്ട്, കൂടാതെ അഡൾട്ട്സ് പൂളും ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. സിറ്റിൻ്റെ ഫുൾ രാത്രി ആയി കഴിഞ്ഞാൽ നല്ല വ്യൂ ഉണ്ടാവും. ഇവിടെ സിറ്റിൻ്റെ ഫുൾ ലൈറ്റ് ചെയ്തിട്ടുള്ള വ്യൂ ഇവിടുന്ന് കിട്ടും രാത്രി ആയി കഴിഞ്ഞാൽ. പിന്നെ നേരത്തെ പറഞ്ഞ ഓപ്പൺ പാർട്ടി ഏരിയയാണ് ഈ കാണുന്നത്. ഇവിടെ ഈ കാണുന്നതാണ് ഒരു സെർവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ടേബിൾ പോലെ സെറ്റ് ചെയ്തതാണ്. അപ്പർ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് ഒരു നല്ല കിഡ്സ് പ്ലേ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. കിഡ്സ് പ്ലേ ഏരിയ ഇതാണ്. കിഡ്സ് പ്ലേ ഏരിയ കുറച്ച് ലോങ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഒന്നുകൂടെ പറയാണ്, ട്രിവാൻഡ്രം ഹാർട്ട് ഓഫ് ദ സിറ്റിയിൽ സ്റ്റാച്യു ജംഗ്ഷനിൽ വെറും 200 മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ പ്രൊജക്റ്റ് വരുന്നത്. പിന്നെ ഈ കാണുന്നതാണ് പാളയം ബേക്കറി ജംഗ്ഷനിലേക്ക് പോകുന്ന റോഡാണ്. സ്റ്റാച്യു ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് സെക്രട്ടേറിയറ്റിൻ്റെ ബാക്ക് സൈഡിലുള്ള എൻട്രൻസ്. അപ്പോൾ അവിടുന്ന് വളരെ കുറഞ്ഞ ദൂരത്തിലാണ് ഈ ഒരു പ്രൊജക്റ്റ് ഉള്ളത്. റെഡി ടു മൂവിനായിട്ടുള്ള 1, 2, 3 BHK ഓപ്ഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു യൂണിറ്റ് സ്വന്തമാക്കാവുന്നതാണ്. ഇത് റെഡി ടു മൂവിനായിട്ടുള്ള ഒരു യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ GSTൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടും നമുക്ക്. കൂടാതെ ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനോ അല്ലെങ്കിൽ സൈറ്റ് വിസിറ്റ് അറേഞ്ച് ചെയ്യാനോ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ബൈ.